ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. ഇതിലെന്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു പിക്ക്, അത് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ റീസൈസ് ചെയ്യേണ്ടി വരും, അതുപോലെ അതിൻ്റെ ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യേണ്ടി വരും, ക്ലാരിറ്റി കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഇതിലിപ്പോൾ റീസൈസ് കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇമേജ്, പിക്ക് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പിക്ക് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ട്രാവൽ ഡോക്യുമെൻറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സിനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇങ്ങനെ പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പ്രീസെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, ഇപ്പോൾ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇമേജിൻ്റെ വിഡ്ത്ത്, അതുപോലെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ, ഇപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണോ അതോ ഫുൾ സൈസ് ഫോട്ടോ ആണോ, അപ്പോൾ അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഇമേജിൻ്റെ ഫോർമാറ്റ് JPG, PNG അങ്ങനെ പറഞ്ഞിട്ടുള്ള BMP, അങ്ങനെ കുറേ ഫോർമാറ്റുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തേലൊക്കെ മാറ്റിയെടുക്കാം. അതുപോലെ ഇമേജിനെ നമുക്ക് കംപ്രസ് ചെയ്തുകൊണ്ട് ഒക്കെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പിക്ചറിന് എന്ത് ഇതാണോ വേണ്ടത് അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇമേജ് റീസൈസ് ചെയ്യുന്നതോ അതുപോലെ ക്ലാരിറ്റി മാറ്റുന്നതോ അല്ലെങ്കിൽ ഇമേജിൻ്റെ ഫോർമാറ്റ് മാറ്റുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇതുപോലത്തെ കിഡിലും യൂസ്ഫുൾ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.